പ്രിയപ്പെട്ടവരെ, ബോർ മോഡലിന്റെ സെക്കൻഡ് പാർട്ട് ലെസൺ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഐ ഹാവ് ഓൾറെഡി ഡിസ്കസ് അബൌട്ട് അതിന്റെ പോസ്റ്റ്ലേറ്റ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എന്തൊക്കെയാ പോസ്റ്റ്ലേറ്റ്സ്? ഒരു ഇലക്ട്രോണിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് എന്താണെന്നുള്ള കാര്യം, ബോർ റേഡിയസ്, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ പെർട്ടിക്കുലർ ഷെൽ എക്സെട്ര തുടങ്ങിയ കാര്യങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലെസണിൽ ഞാൻ ചെയ്യുന്നത് ബോർ റേഡിയസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെ ഇലക്ട്രോണിന്റെ എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് ഹൗ വി ക്യാൻ ഡിറൈവ്, അതേപോലെ തന്നെ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് കാണുന്ന ഇക്വേഷൻസും എങ്ങനെയാണ് ബോർ ഡിറൈവ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തെ പറ്റിയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം, അതായത് ഈ ചാനലിൽ ഞാൻ കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു കെമിസ്ട്രി ആസ്പിരൻസ് അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, അല്ലെങ്കിൽ കെമിസ്ട്രിയെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ഒരാളും, അതേപോലെ തന്നെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫോളോ ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഞാൻ കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റും. റൈറ്റ്? അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോർ റേഡിയസ് ആണ്. എന്താണ് ബോർ റേഡിയസ് എന്ന് പറഞ്ഞാൽ, ഒരാട്ടത്തിനൊരു ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലേ? ആ ന്യൂക്ലിയസ്, ഇത് ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക. ആ ന്യൂക്ലിയസിന് ഷെല്ലിലേക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ഷെല്ലിലേക്ക് ഡിസ്റ്റൻസ് ഉണ്ട്. ഇതാണ് ഷെല്ലാണ്. അപ്പോൾ ഓരോ ഷെല്ലിലേക്കും ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റേഡിയസ് ഉണ്ട്. ഇത് ഒന്നാമത്തെ ഷെല്ലാണെങ്കിൽ R1 എന്ന് പറയാം. R1 ഒന്നാമത്തെ ഷെല്ലിലേക്കുള്ള ദൂരം. ഇത് R2, ദെൻ ഇത് R3 ആയിക്കോട്ടെ. ഇതാണ് ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടോ, ഈ ആറ്റത്തിന്റെ മൊത്തം സൈസിനെ പറ്റി ഒരു ഐഡിയാസ് കിട്ടും. അപ്പോൾ ബോർ റേഡിയസ് ചില്ലറ സംഭവമൊന്നുമല്ല. By knowing Bohr radius, you can find out, you can predict the size of the atom ആണ്. അതായത് അവസാനത്തെ ഷെല്ലിലേക്കുള്ള ബോർ റേഡിയസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആറ്റത്തിന്റെ സൈസ് മനസ്സിലാക്കാൻ പറ്റും. ഇനി അങ്ങനെയാകുമ്പോൾ നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണേ. ദാറ്റ് ഇക്വേഷൻ ഷുഡ് ബി വെരി സിമ്പിൾ ഇക്വേഷൻ ആയിരിക്കണം. കിട്ടുന്ന ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിരിക്കണം. എന്താ സിമ്പിൾ ഇക്വേഷൻ എന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് ആറ്റത്തിനെ പറ്റിയാണോ പഠിക്കുന്നത് ആ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പറും നിങ്ങൾക്കറിയാം, അതേപോലെ തന്നെ ഷെല്ലിലേക്കുള്ള ദൂരവും നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നമ്പർ ഓഫ് ഷെല്ലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ അടിക്ക് തന്നെ ആ ബോർ റേഡിയസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നോക്കാം. ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക. ന്യൂക്ലിയസിന് ഒരു ചാർജ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം ന്യൂക്ലിയസിൽ പ്രോട്ടോൺ അല്ലേ ഉള്ളത്. ഫോർ എക്സാമ്പിൾ സോഡിയം ആറ്റത്തിനെ പറ്റി പഠിക്കാനിരിക്കുക. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ് അല്ലേ? അതിന്റെ അർത്ഥം ഇറ്റ് ഹാവ് 11 പ്രോട്ടോണും ഉണ്ടാവും, 11 ഇലക്ട്രോണും വേണം. കാരണം എപ്പോഴും ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം ഈക്വൽ ആയിരിക്കും. റൈറ്റ്? അങ്ങനെയാകുമ്പോൾ പ്രോട്ടോൺ ഹാവ് എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജാ. ഇലക്ട്രോൺ ഹാവ് നെഗറ്റീവ് ചാർജാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ, ഈ പ്രോട്ടോണിന്റെ ചാർജ് നിങ്ങൾ പഠിച്ചിരിക്കാൻ +1.6 × 10⁻⁻⁻19 കൂളംബ. പ്ലസ് ആണ്, +1.6 × 10⁻⁻19 കൂളംബ്. ഇലക്ട്രോണിന്റെ ചാർജ് -1.6 × 10⁻⁻19 കൂളംബ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോട്ടോണിന് +1.6 ആണെങ്കിൽ അങ്ങനെ ചോദിക്കട്ടെ, ഈ രണ്ടിന്റെയും വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം, പക്ഷേ നമ്മുടെ അതിന്റെ സൈന് മാത്രമേ ഡിഫറെന്റ് ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ ഇവന്മാരെ നമ്മൾ ജനറലി പറയുന്നു ചാർജ് ഇ എന്ന് പറയുന്നു. ഇ എന്ന് പറയുന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. ചാർജ് ഓഫ് പ്രോട്ടോണിനെയും ഇ പറയുന്നു, ചാർജ് ഓഫ് ഇലക്ട്രോണിനെയും ഇ പറയുന്നു. പ്രോട്ടോൺ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ +E എന്ന് പറയാം, ഇലക്ട്രോൺ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? -E എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ആറ്റത്തിന് 11 പ്രോട്ടോൺ ഉള്ളതെങ്കിൽ അതിന്റെ ചാർജ് അല്ലടോ 11E, ഐ മീൻസ് +11E. റൈറ്റ്? അങ്ങനെയാകുമ്പോൾ ഈ 11 മീൻസ് സോഡിയത്തിന്റെ അറ്റോമിക് നമ്പറാ. അങ്ങനെയാകുമ്പോൾ ജനറലി എനിക്ക് പറഞ്ഞൂടെ ന്യൂക്ലിയർ ചാർജ് ഈസ് ഗിവൺ ബൈ +ZE എന്ന് പറയാൻ പറ്റും. അതാണ് ഈ വരച്ചിരിക്കുന്നത്. ന്യൂക്ലിയസിന്റെ ന്യൂക്ലിയർ ചാർജിനെ +ZE എന്ന് പറയുന്നു. വാട്ട് ഈസ് Z? മീൻസ് അറ്റോമിക് നമ്പർ. E മീൻസ്
charge of one proton. One proton charge plus 1.6 into 10 raised to minus 19 coulomb ആണ്. സിംപ്ലി ഈ വാല്യൂനെ നമ്മൾ ഇ എന്ന് പറയുന്ന ടേംസ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസ് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ ന്യൂക്ലിയർ ചാർജസ് ഗിവൺ ബൈ പ്ലസ് സെഡ് ഇ ആണ്. അപ്പം പ്ലസ് സെഡ് ഇയെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി. നൗ കൺസിഡർ an ഇലക്ട്രോൺ ഹിയർ. ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കൂടി കറങ്ങുന്ന ഇലക്ട്രോൺ എന്ന് വിചാരിക്കുക. ആ ഇലക്ട്രോൺ ഹാവ് എ ചാർജ് ദാറ്റ് ഈസ് ഗിവൺ ബൈ മൈനസ് ഇ അല്ലേ. ഇലക്ട്രോൺ ഹാവ് എ ചാർജ് മൈനസ് ഇ. ഐ ടോൾഡ് യു. അതേപോലെ തന്നെ ഈ ഇലക്ട്രോണിന്റെ മാസ് ഉണ്ട് ദാറ്റ് ഈസ് ഗിവൺ ബൈ എം ആയിക്കോട്ടെ. അതിന്റെ മാസ് ഉണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 9.1 into 10 raised to minus 31 കിലോഗ്രാം. ഈ മീൻസ് മൈനസ് 1.6 into 10 raised to minus 19 കൂളംബ. നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ഈ കറങ്ങുന്ന ഇലക്ട്രോൺ ഒരു വെലോസിറ്റി ഉണ്ട് ലെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു വി ആയിക്കോട്ടെ. ദെൻ ഈ ന്യൂക്ലിയസിൽ നിന്നും ഇവിടത്തേക്ക് ഒരു ഡിസ്റ്റൻസ് ഇല്ലടോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ. ദാറ്റ് ഈസ് ആക്ച്വലി ബോർ റേഡിയസ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടേം ദാറ്റ് ഈസ് ആർ ആണ്. അപ്പൊ നമ്മൾ എക്സാമിന് ഇങ്ങനെ എഴുതുന്നുണ്ട് കൺസിഡർ എൻ ഇലക്ട്രോൺ മൂവിംഗ് അറൌണ്ട് എ സർക്കുലർ പാത്ത് ഇൻ ഓർ ഇൻ എ ഷെൽ ഹാവിംഗ് മാസ് എം ആൻഡ് ചാർജ് ഇ under the nuclear force of plus ZE in a circular path of radius R എന്ന കാര്യം പറഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതേണ്ടത്. റൈറ്റ്? അങ്ങനെ ചോദിക്കട്ടെ, ഇത് പ്ലസ് ചാർജ് അല്ലേ, ഇയാൾക്ക് മൈനസ് ചാർജാ. നമ്മൾ കൂളംസ് ലോ പഠിച്ചിട്ടില്ലേനോ? കൂളംസ് ലോ പ്രകാരം ദാറ്റ് ഇസ് Q1 into Q2 divided by 4 pi epsilon 0 R square ആണ് കൂളംസ് ലോ. Q1 means charge of first species. Q2 means next one. 4 pi epsilon 0 that is permittivity of this space. R means radius. മക്കൾ നോക്ക്, അങ്ങനെയാണെങ്കിൽ ഇയാളും നമ്മളൊരു അട്രാക്ഷൻ ഉണ്ടാവില്ലടോ. അല്ലെ എനിക്ക് പറയാം ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയാം. അതായത് ഇലക്ട്രോണിന് ഈ ന്യൂക്ലിയസിന്റെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് എ ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഞാൻ പറയുന്നു FN എന്ന് പറയാം. ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതായത് ഈ ഇലക്ട്രോണിന് ന്യൂക്ലിയസിന്റെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതൊരു കാര്യം ചെയ്യാം. Q1 Q2 ആണ് അല്ലെ. ഇവിടുത്തെ Q1 അല്ലേ ദാറ്റ് ഇസ് പ്ലസ് ZD. റൈറ്റ്? അതേപോലെ തന്നെ Q2 മീൻസ് ഇവിടുത്തെ ഈ ഇലക്ട്രോണിന്റെ ചാർജാ. നിങ്ങൾ തൽക്കാലത്തേക്ക് സൈന് കൊടുക്കണ്ട, അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ Q1 പകരം നമ്മൾ ZD എന്ന് കൊടുത്തു. റൈറ്റ്? ഈ ഇലക്ട്രോണിന്റെ ചാർജ് അഗൈൻ ആര് തന്നെ ഇ കൊടുത്തു ഡിവൈഡഡ് ബൈ ദാറ്റ് ഇസ് 4 pi epsilon 0. അതിന് മാറ്റമൊന്നുമില്ല. R square is nothing but ഈ ഡിസ്റ്റൻസ്, അതിന് മാറ്റമില്ല. ദാറ്റ് ഇസ് R square that is equal to ZE square divided by 4 pi epsilon 0 R square ആണ്. That is the nuclear force of attraction between nucleus and the electrons revolving in a circular path ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇതൊരു സർക്കുലർ മോഷനിലാണ് പങ്കെടുത്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഇസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ദാറ്റ് ഇസ് FC എന്ന് പറയാം. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ദാറ്റ് ഈസ് mv സ്ക്വയർ ബൈ ആർ ആണ്. mv സ്ക്വയർ ബൈ ആർ. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഇവിടെ ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ വന്ന് കൊളാപ്സ് ചെയ്യും. ഐ മീൻസ് ന്യൂക്ലിയസിലേക്ക് ഈ ന്യൂക്ലിയസ് ഇലക്ട്രോണിനെ പിടിച്ച് വലിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺസ് വന്ന് ഇവിടെ വന്ന് അടിയും. അങ്ങനെ വെച്ചാൽ ആറ്റം അൺസ്റ്റേബിൾ ആയിരിക്കണം. അതേസമയം ഈ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ ഇലക്ട്രോൺ ഇവിടുന്ന് തെറിച്ചു പോകാൻ ടെൻഡൻസി ഉണ്ടാവും അല്ലേ. അതിന്റെ പേരിലൂടെ നമ്മൾ പറയുക സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ ഈ ഷെല്ലിൽ തന്നെ കാലാകാലമായിട്ട് കറങ്ങണമെങ്കിൽ ഈ തെറിച്ചു പോകാനുള്ള ടെൻഡൻസിയുടെ വാല്യൂവും ഈ അട്രാക്ഷന്റെ വാല്യൂവും ഈക്വൽ ആയാലും മാത്രമേ ഈ ഇലക്ട്രോൺസ് ഇവിടെ തന്നെ കറങ്ങുള്ളൂ. ഐ മീൻസ് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ വാല്യൂ ഈ അട്രാക്റ്റീവ് ഫോഴ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ ഇവിടെ തെറിച്ചു പോകും. ഇനി അതല്ല ന്യൂക്ലിയർ ഫോഴ്സ് കൂടുതൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനേക്കാണെങ്കിൽ ഈ ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ അടുത്തടുത്തേക്ക് വരികയും ചെയ്യും. പക്ഷെ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ആ ഇലക്ട്രോൺസ് ഈ പറഞ്ഞിരിക്കുന്ന സർക്കുലർ പാത്തിൽ തന്നെ കറങ്ങിക്കൊണ്ടേയിരിക്കും.
That means as long as an atom should be stable, in order to explain the stability of atom, one point keep in mind that nuclear force of attraction should be equal to this centrifugal force ആയിരിക്കണം. That is Fn is equal to Fc ആയിരിക്കണം. എല്ലാം പറയാം, ഈ ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഷുഡ് ബി ഇൻ എൻ ഈക്വിലിബ്രിയം കണ്ടീഷൻ ആയിരിക്കണം. റൈറ്റ്? Fn ഈക്വൽ ടു Fc അല്ലെ? Fn ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ദാറ്റ് ഈസ് ZE സ്ക്വയർ ബൈ 4 pi epsilon 0 r square is equal to Fc യുടെ വാല്യൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു mv സ്ക്വയർ ബൈ r ഇങ്ങനെ കൊടുത്തു. അങ്ങനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ v സ്ക്വയറിന് ഇവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം ഈ ഭാഗത്തേക്ക് പോട്ടെ. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആൻസർ, ഇവിടെ v സ്ക്വയർ ഉണ്ട്, ബാക്കിയെല്ലാം ഇങ്ങോട്ട് വരട്ടെ. അപ്പൊ ZE സ്ക്വയർ r ഇങ്ങ് മേലെ വരും, r ഡിവൈഡഡ് ബൈ 4 pi epsilon 0 r സ്ക്വയർ, പിന്നെ ആരുള്ളത് m ഇങ്ങ് താഴെ വരും m. ഇനി ഇവിടെ കാണാൻ പറ്റും, ഇവിടെ r സ്ക്വയർ ഉണ്ട്, ഇവിടെ r ഉണ്ട്, വെട്ടിപ്പോവും, ഒരു r വെട്ടിപ്പോവും. അപ്പൊ ഈ r പോയി ഇവിടുത്തെ സ്ക്വയർ ഉണ്ടാവില്ല, r മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഈക്വേഷൻ നമുക്ക് ഇങ്ങനെ കൂടെ, ദാറ്റ് ഇസ് v സ്ക്വയർ ഈസ് ഈക്വൽ ടു ദാറ്റ് ഇസ് ZE സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 pi epsilon 0 then rm. This is the first equation. This is very important equation. നിങ്ങൾ x ആക്കി എടുക്കുക. ഈ ഇക്വേഷൻ നമ്മൾ പിന്നീട് ഉപകാരപ്പെടുന്നുണ്ട്. ഇനി ഈ ബോർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, that is mvr is equal to what? nh by 2 pi. ബോർ തന്നെ പറഞ്ഞ കാര്യമാണ്. അവിടെയില്ല ഒരു v, ഇവിടെ v സ്ക്വയർ ആണുള്ളത്, ഇവിടെ ഒരു v ഉണ്ട് കേട്ടാ. ആ v നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് v ഈക്വൽ ടു nh by 2 pi. ഈ mr ഇങ്ങ് താഴെ വരട്ടെ, mr. ഇവിടെ v സ്ക്വയർ അല്ലേ ഉള്ളത്, ഇവിടെ v ഏ ഉള്ളൂ. നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാം, ഇനിയും v സ്ക്വയർ ആക്കുക. v സ്ക്വയർ ആക്കുമ്പോൾ v സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇത് സ്ക്വയർ ചെയ്യണം, n സ്ക്വയർ ആവും, ഇത് h സ്ക്വയർ ആവും, 2 സ്ക്വയർ എന്തായിട്ട് മാറും 4 ആവും, പൈ സ്ക്വയർ ആവും, m സ്ക്വയർ r സ്ക്വയർ ആവും. v സ്ക്വയറിന് ഒരു ഇക്വേഷൻ ഇതാ, വേറെ ഇക്വേഷൻ ഇതാ. നമുക്ക് രണ്ടും ഇക്വേറ്റ് ചെയ്യിക്കാം, രണ്ടിന്റെയും LHS ബോത്ത് സെയിമാ. അങ്ങനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ what you get is that ZE square divided by 4 pi epsilon 0 rm is equal to, you will get n square h square divided by 4 pi square then m square r square. ഇങ്ങനെ കിട്ടി. നിങ്ങൾ നോക്കടാ, ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. നമുക്ക് ആ 4 രണ്ടിനെ വെട്ടിക്കൂടെ? ഈ 4ഉം ഈ 4ഉം പോട്ടെ, റൈറ്റ്? ദെൻ ഇവിടെ പൈ ഉണ്ട്, ഇവിടെ പൈ സ്ക്വയർ ഉണ്ട്. അങ്ങനെയാകുമ്പോൾ പൈ പോട്ടെ, അപ്പോൾ ഇവിടെ ഒരു പൈ ബാക്കി ഉണ്ടാവും, പൈ സ്ക്വയറിന്റെ പൈ മാത്രം ബാക്കി ഉണ്ടാവും. വെരി സിമ്പിൾ. ദെൻ ഇവിടെ എം ഉണ്ട്, ഇവിടെ എം സ്ക്വയർ ഉണ്ട് അല്ലേ? അപ്പൊ എന്ത് മാത്രം ബാക്കിയായി? എം മാത്രം ബാക്കിയായി. റെഡി? ഇനി ഇവിടെ ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ആറ് മാത്രം, അപ്പൊ ഇതും പോട്ടെ. അങ്ങനെയാകുമ്പോൾ യു വിൽ ഗെറ്റ് ZE സ്ക്വയർ ഡിവൈഡഡ് ബൈ ആപ്സിലോൺ 0, ഇവിടെ ആപ്സിലോൺ 0 മാത്രമേ ബാക്കിയുള്ളൂ, ഇസ് ഈക്വൽ ടു n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡഡ് ബൈ 4ഉം 4ഉം പോയിട്ടുണ്ട്, പൈ സ്ക്വയറിന്റെ പൈ ആണ് ബാക്കിയുണ്ട്, പൈ ദെൻ m r. ഇങ്ങനെ കിട്ടും. ഇതൊരു കാര്യം ചെയ്യാം, നമുക്ക് റേഡിയസ് അല്ലേ കാണേണ്ടത്, ഈ റേഡിയസിനെ ഇപ്പുറം കൊണ്ടുവരാം, ബാക്കിയെല്ലാം അങ്ങോട്ട് പോട്ടെ. ഈ താഴത്തെ റേഡിയസ് ഇവിടെ വരുമ്പോൾ മേലെയായിട്ട് മാറും. ദാറ്റ് ഇസ് r ഈക്വൽ ടു, യു കൻ സേ n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ m ഇവിടെ ഉണ്ടേ. ഇനി ഈ ടേംസ് അപ്പുറം കൊണ്ടുപോകണം അല്ലേ? അങ്ങനെയാകുമ്പോൾ ആപ്സിലോൺ 0 മേലെ വരും, ഡിവൈഡഡ് ബൈ ZE സ്ക്വയർ. ഈ ഇക്വേഷൻ കിട്ടും, n സ്ക്വയർ h സ്ക്വയർ ആപ്സിലോൺ 0 പൈ m ZE സ്ക്വയർ. ഇതാണ് ബോർ റേഡിയസ് എന്ന് പറയുന്ന റേഡിയസ് കാണാനുള്ള ഇക്വേഷൻസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് അല്ലേ മാഷേ? ദിസ് നോ കോംപ്ലിക്കേഷൻ. എന്നു വെച്ചാൽ നമ്പർ ഓഫ് ഷെൽ. ഉദാഹരണം, ഒന്നാമത്തെ ഷെല്ലിലേക്കുള്ള ദൂരമാണ് കാണേണ്ടതെങ്കിൽ എന്നിന്റെ വാല്യൂ 1 കൊടുത്താൽ മതി. എച്ച് എന്ന് വെച്ചാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റാ, അതൊരു കോൺസ്റ്റന്റ് വാല്യൂലോടോ. h ഈക്വൽ ടു 6.624 × 10⁻⁻34 ജൂൾ സെക്കൻഡ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോയിൽ. ആപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഓഫ് ദി സ്പേസ്, അതും ഒരു കോൺസ്റ്റന്റ് വാല്യൂ. ആ വാല്യൂ ഞാൻ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്.
അതും കോൺസ്റ്റന്റ് ആണേ. പൈ ഇസ് എ കോൺസ്റ്റന്റ്. എം എന്ന് വെച്ചാൽ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് 9.1 into 10⁻³ കിലോഗ്രാം. Z മീൻസ് അറ്റോമിക് നമ്പർ, അത് മാത്രമേ മാറുള്ളൂ. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ അറ്റോമിക് നമ്പർ നമ്മൾ 1 കൊടുക്കും, ഹീലിയം ആണെങ്കിൽ 2 കൊടുക്കും. അപ്പോൾ ആറ്റം മാറുന്നതനുസരിച്ച് അറ്റോമിക് നമ്പർ മാറും. ഈ മീൻസ് ഇലക്ട്രോണിന്റെ ചാർജ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് വേണ്ട, അതിന്റെ സൈന് വേണ്ട, മാഗ്നിറ്റ്യൂഡ് മാത്രം 1.6 into 10⁻19 കൂളംബ. അതിനെ സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കോൺസ്റ്റന്റാ. അങ്ങനെയാകുമ്പോൾ ഈ കോൺസ്റ്റന്റ് വാല്യൂ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സേ ദാറ്റ് ഇസ് ജനറലി പറയാം Rn മീൻസ് ഏത് ഷെല്ലിലേക്കുള്ള ഡെറിവേഷൻ കാണാൻ വേണ്ടിയിട്ട് Rn ഈക്വൽ ടു യു ക്യാൻ സേ ദാറ്റ് ഇസ് 0.529 into n സ്ക്വയർ. n സ്ക്വയർ ഇവിടെ വേണ്ടി വരും അല്ലേ? n സ്ക്വയർ ഡിവൈഡഡ് ബൈ z. കാരണം ബാക്കി എല്ലാ ടേംസും എന്താണ്? ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഇസ് 0.529 n സ്ക്വയർ z. അത്രയും ആംസ്ട്രോങ് ആയിരിക്കും Rn കാണാനുള്ള വാല്യൂ. n മീൻസ് നമ്പർ ഓഫ് ഷെൽ, z മീൻസ് അറ്റോമിക് നമ്പർ. ഇത് മാത്രം കൊടുത്താൽ നമുക്ക് ബോർ റേഡിയസ് കാണാൻ പറ്റും. ഇതാണ് ഈക്വേഷന്റെ ഗുണം, റൈറ്റ്? ഇനി രണ്ടാമത്തെയാണ് ഒരു പെർട്ടിക്കുലർ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഈക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, റൈറ്റ്? യുനോ mvr ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞേ? nh/2π. അങ്ങനെയാകുമ്പോൾ വെലോസിറ്റി v ഈക്വൽ ടു ദാറ്റ് ഈസ് nh/2π mr അല്ലേ? mr. ഇപ്പോൾ ചോദിക്കൂ, പക്ഷേ ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചാൽ പോരെ? ഉപയോഗിച്ചാൽ മതി, പക്ഷേ പലപ്പോഴും നിങ്ങൾക്ക് റേഡിയസ് തരണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഷെല്ലിൻ്റെ നമ്പറും മാത്രം തരൂ, അറ്റോമിക് നമ്പറും തരും. അങ്ങനെയാവുമ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെലോസിറ്റി കാണാൻ പറ്റൂല. അപ്പം നമുക്ക് ആ ഇക്വേഷനെ കുറച്ചും കൂടി എന്ത് ചെയ്യണം? ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാൻ? മീൻസ് ബിഗ് ഇക്വേഷൻ തന്നെയാണ് കിട്ടുക, പക്ഷേ പല ടേംസുകളും കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഇക്വേഷൻ ആക്കി മാറ്റണം. അതിനു വേണ്ടിയിട്ട് വാട്ട് ഈസ് ഡൂയിങ് ഈസ് ദാറ്റ് യുനോ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു R ഈസ് ഈക്വൽ ടു n സ്ക്വയർ h സ്ക്വയർ ആപ്സിലോൺ 0 π m z e സ്ക്വയർ. അത് നമ്മൾ ഇവിടത്തേക്ക് കൊടുക്കുക. ദാറ്റ് ഈസ് ആ ടേംസ് നമ്മൾ ഇവിടത്തേക്ക് കൊടുക്കുക. സോ യു വിൽ ഗെറ്റ് v ഈക്വൽ ടു nh/2π m. R ന് പകരം n സ്ക്വയർ h സ്ക്വയർ ആപ്സിലോൺ 0 ഹോൾ ഡിവൈഡ് ബൈ π m z e സ്ക്വയർ കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ദിസ് ഓഫ് ദ ഫോം 1/1/2 പോലെ ഉണ്ട് അല്ലേ? 1/1/2 നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ 2 അങ്ങ് മേലോട്ട് കൊടുക്കുക. അതുപോലെ ഈ ടേം അങ്ങ് മേലെ പോകണം. മേലെ പോയി കഴിഞ്ഞാൽ വാട്ട് ഇറ്റ് ഗെറ്റ്സ് ദാറ്റ് nh into π m z e സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് 2π m then n സ്ക്വയർ h സ്ക്വയർ ആപ്സിലോൺ 0 ഇങ്ങനെ വരും. അങ്ങനെയാകുമ്പോൾ ഇത് നമ്മൾ കുറേ വെട്ടിപ്പോവും. പൈ പോയി, ഇവിടുത്തെ പയ്യും പോയി, എമ്മും പോയി. ഇവിടെ h സ്ക്വയർ ഉണ്ട്, ഇവിടെ h ഉണ്ട്, അപ്പോൾ h പോയി. ദെൻ ഇവിടെ n സ്ക്വയർ ഉണ്ട്, ഇവിടെ n ഉണ്ട്, അത് ഇല്ല. നെക്സ്റ്റ് അങ്ങനെയാകുമ്പോൾ ഫൈനലി വരുന്ന ടേംസുകൾ നിങ്ങൾ നോക്ക്. ദാറ്റ് ഇസ് v ഈക്വൽ ടു z e സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 അവിടെ തന്നെ ഉണ്ടേ. ദെൻ n സ്ക്വയറിന്റെ n അവിടെ ബാക്കിയുണ്ട്, n h സ്ക്വയറിന്റെ hും ബാക്കിയുണ്ട്. ദെൻ ആപ്സിലോൺ 0 ഈ ഇക്വേഷനിലേക്ക് എത്തിച്ചേരും. ഇവിടുത്തെ z അറ്റോമിക് നമ്പർ, ഈ ഇലക്ട്രോണിന്റെ ചാർജ് കോൺസ്റ്റന്റ്, n നമ്പർ ഓഫ് ഷെല്ല്, h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ആപ്സിലോൺ 0 ഒരു കോൺസ്റ്റന്റ്. അങ്ങനെയാകുമ്പോൾ ഈ ടേംസ് എല്ലാം കോൺസ്റ്റന്റ്. ആകെ അവിടെ മാറുന്ന വാല്യൂസ് z-ഉം n-ഉം മാത്രമേ അവിടെ വാല്യൂസിൽ മാറ്റം ഉണ്ടാവുള്ളൂ. അത് നമ്പർ ഓഫ് ഷെല്ലും അതേപോലെ തന്നെ അറ്റോമിക് നമ്പർ. ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനിലാക്കി മാറ്റാൻ പറ്റും ഈ ഒരു രൂപത്തിൽ, റൈറ്റ്? അങ്ങനെയാകുമ്പോൾ ഇയുടെ വാല്യൂവും ആപ്സിലോണിന്റെ വാല്യൂവും എച്ചിന്റെ വാല്യൂ ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനലായിട്ട് കിട്ടുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. vn ഈക്വൽ ടു 2.19 10⁻6 z/n മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാ മീറ്റർ പെർ സെക്കൻഡ് ഈസ് ഇറ്റ് യൂണിറ്റ് ആണ് അല്ലേ? യൂണിറ്റ്. അങ്ങനെയാകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോണിക്സിന്റെ വെലോസിറ്റി z/1 ആണ്. ഇനി സെക്കൻഡ് ഷെല്ലിൽ കറങ്ങുമ്പോൾ z/2 ആയിരിക്കും. തേർഡ് ഷെല്ലാകുമ്പോൾ z/3 ആയിരിക്കും. നിങ്ങൾ നോക്ക്, ഈ നമ്പർ ഓഫ് ഷെല്ലും വെലോസിറ്റി നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനല്ല. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഷെല്ല് കൂടുന്നതനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരും. ഐ മീൻസ് സെക്കൻഡ് ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോൺസിൻ്റെ എനർജി ആയിരിക്കും കൂടുതൽ തേർഡ് ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോൺസിൻ്റെ എനർജിയേക്കാൾ. തേർഡ് ഷെല്ലിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും ഫോർത്തിനേക്കാൾ. ഐ മീൻസ് നമ്പർ ഓഫ് ഷെല്ല് കൂടുന്നതനുസരിച്ചിട്ട് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, റൈറ്റ്?
ഇനി മൂന്നാമത്തതാണ് ഒരു ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഒരു ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറഞ്ഞാൽ അതിന്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം ആയിരിക്കും. അപ്പൊ എനിക്ക് പറയാം ദാറ്റ് ഇസ് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് റിവോൾവിംഗ് ഇൻ എ ഷെൽ ഈസ് ഗിവൺ ബൈ നമ്മൾ പണ്ട് പഠിച്ച ഇക്വേഷനാ, ദാറ്റ് ഈസ് ഹാഫ് mv² ആണ് അല്ലേ, ഹാഫ് mv². നമ്മൾ ഈ ബോർ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ഇക്വേഷന്റെ കാര്യം പറഞ്ഞിരിക്കാനും, എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ദാറ്റ് ഇസ് v² ഈക്വൽ ടു ZE²/4πε0 എന്ന് പറഞ്ഞിരിക്കാനും ആ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് v² പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. What you get is that kinetic energy is equal to, you will get half into m into v² പകരം ZE² divided by 4πε0 mr എന്നും കൊടുത്തേക്കാം. റെഡി? അതേപോലെ ഒരു ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ എനർജി is given by മൈനസ് ZE² ആണ്, മൈനസ് ZE², മൈനസ് വാല്യൂ കൊടുക്കുക, പൊട്ടൻഷ്യൽ എനർജി is ZE² divided by 4πε0. നേരത്തെ r² അല്ലേ പറഞ്ഞേ, പക്ഷെ ഇവിടെ എന്ത് മതി, r മതി. ZE² 4πε0. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ കാണാൻ പറ്റും എമ്മും വെട്ടിപ്പോല്ലേ. അങ്ങനെയാകുമ്പോ ഈ പിന്നെ 2 into 4 you will get 8. അങ്ങനെയാകുമ്പോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. അപ്പൊ ഈ കേസിൽ you will get is equal to ZE² divided by 2 into 4 you will get 8, that is 8πε0 r. Now this terms minus ZE² divided by that is 4πε0 r. ഇത് രണ്ടും ഇങ്ങനെ കിട്ടും, റൈറ്റ്? ZE² 8πε0, ZE² 4πε0 r ആണുള്ളത്. ഈ ടേംസ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇപ്പൊ കോമൺ ആയിട്ട് എടുക്കാൻ നമുക്ക് അങ്ങനെയാണെങ്കിൽ, അങ്ങനെയാകുമ്പോൾ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു, യു ക്യാൻ സേ ZE² divided by πε0 r ഇങ്ങനെ എടുക്കുക. ഇതിന്റെ ഉള്ളില് 1/8 മൈനസ് 1/4 ചെയ്യാം. 1/8 മൈനസ് 1/4 എത്രയാ? 1/8 മൈനസ് 1/4 എത്രയാ? നിങ്ങൾ ചെയ്ത് നോക്കുക. എങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ അപ്പം 4 മൈനസ് 8 ഡിവൈഡഡ് ബൈ 32 അല്ലേ. 4 മൈനസ് 8 you will get minus 4 divided by 32. That is equal to minus 1/8. I means 1/8 minus 1/4 is equal to minus 1/8. അപ്പൊ ഇതിലേക്ക് കൊടുക്കുമ്പോൾ you will get total energy is equal to minus 1/8. ഇത് ചെയ്യുമ്പോൾ ഇതാ കിട്ടും അല്ലേ, ZE² πε0 r ആണ്. ഇങ്ങനത്തെ ഇക്വേഷനെ കിട്ടുക. ആറിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ആറിന്റെ വാല്യൂ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആറിന്റെ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ ആറിന്റെ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് യു വിൽ ഗെറ്റ് ദി ആൻസർ ദാറ്റ് മൈനസ് m e⁴ z² divided by 8ε0 then n² h². ഇതാണ് നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ. അവിടെ m കോൺസ്റ്റന്റാ, E കോൺസ്റ്റന്റാ, Z മീൻസ് അറ്റോമിക് നമ്പറാ, ε0 കോൺസ്റ്റന്റ് ആണ്, H പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതെല്ലാം ഒരു കോൺസ്റ്റന്റ് വാല്യൂ. അപ്പൊ ഈ കോൺസ്റ്റന്റ് വാല്യൂസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വിൽ ഗെറ്റ് ദാറ്റ് ഇസ് En, ദാറ്റ് ഇസ് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് 1316 കഴിഞ്ഞ പറഞ്ഞിരിക്കുന്നു ഇൻറ്റു Z² ഡിവൈഡഡ് ബൈ n², അത്രയും കിലോ ജൂൾ പെർ മോൾ ആണ്. ഫൈനലി യു വിൽ ഗെറ്റ് ദി ആൻസർ. En ഈക്വൽ ടു ദിസ് ആൻസറിലേക്കാണ് നമ്മൾ അവസാനം എത്തിച്ചേരുക. ഇത്രയാണ് എനർജി ഓഫ് ഇലക്ട്രോൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. ഇത്രയാണ് ബോർ മോഡലിന്റെ സെക്കൻഡ് പാർട്ട്, റൈറ്റ്?